എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഒരു ഡെഞ്ചൻ ഇഷ്യൂ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ആസ്തയാണെങ്കിൽ ഇപ്പോൾ പതിയെ കണ്ണു തുറക്കുകയാണ്. ആസ്തയാണെങ്കിൽ ഷോക്കാവും. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുകയായിരുന്നോ, എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അതിനാ ചുന്ദരി പെണ്ണ് പറയും, അതെ, പക്ഷെ അത് നല്ല കാര്യം തന്നെയാണ്. സീനിയർ ആണെങ്കിൽ ആസ്തയോടും ടീമിനോടും പറയും, റെസ്റ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇനി ഒരുപാട് ഡെഞ്ചൻസ് നമ്മുടെ മുൻപിലേക്ക് വരാം. ആ സമയത്ത് ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ റെസ്റ്റും ട്രെയിനിങ്ങും ഒക്കെ എടുത്ത് അതിനെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ തന്നെ ആ ഒരു ഡെഞ്ചൻസ് സ്വന്തമാക്കുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ആസ്തയ്ക്കും ഒരുപാട് സന്തോഷം. ലക്കാണെങ്കിൽ ഇപ്പൊ ആസ്തയോട് പറയും, നീ ഓക്കെ ആയില്ലേ, ഇനി നമുക്ക് ഫൈറ്റ് ചെയ്യാം. അതിന് ആസ്തയാണെങ്കിൽ അവനോട് പറയും, അയ്യോ ഇല്ല ഇല്ല, ഒരാഴ്ചയായിട്ട് ഞാൻ പട്ടിണിയാണ്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയും. ഉടനെ ഫുഡി പെണ്ണാണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് ഒരുപാട് ഫുഡുമായിട്ട് അവിടേക്ക് വരും. ആസ്തയാണെങ്കിൽ അത് കാണേണ്ട താമസം വലിച്ചു വാരി അത് മുഴുവൻ തിന്നാനായിട്ട് തുടങ്ങും. പ്രിൻസസ് പെണ്ണാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അപ്പോഴായിരിക്കും അവരുടെ മാസ്റ്റർ അവിടേക്ക് കടന്നു വരിക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എനിക്കൊന്ന് കൂർക്കം വലിച്ചുറങ്ങണമെന്ന് പറഞ്ഞ് ആസ്തയെ നോക്കും. ഓ, നീ എഴുന്നേറ്റോ, നീ ഓക്കെ അല്ലേന്ന് ചോദിക്കും. അതിന് ആസ്തയാണെങ്കിൽ ക്യാഷ്വലായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. മാസ്റ്റർ ആണെങ്കിൽ അവനെ നോക്കി ചിരിക്കും. ഓ, നീ ഇപ്പൊ തന്നെ അടുത്തൊരു മിഷന് തയ്യാറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നൈറ്റ് നീ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകണം, ആ ഡഞ്ചനെ കുറിച്ചുള്ള റിപ്പോർട്ട് അത് കൊടുക്കാനായിട്ട്. ലക്കിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നും. അവിടെ പവർഫുള്ളായ ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അവൻ പറയുമ്പോൾ മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ അവനോട് പറയും, നീ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല, നിനക്കും സീനിയറിനും മറ്റൊരു മിഷൻ ഉണ്ടെന്ന് പറയും. അത് കേട്ട് ലക്കിനാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. ഉടനെ ഫുഡിപ്പെണ്ണാണെങ്കിൽ ആക്രാന്തത്തിൽ ചാടി എഴുന്നേൽക്കും. അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ ആസ്തയോടൊപ്പം ഞാൻ പോവാം. ആ ഒരു സിറ്റിയിൽ തിന്നാൻ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടും, എനിക്ക് അവിടെ പോയി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് കേട്ട് മാസ്റ്റർ അവളോട് പറയും, തൽക്കാലം നീ ഇവിടെയുള്ള ഫുഡൊക്കെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നല്ലത്. അത് കേട്ട് അവൾ ദേഷ്യത്തിൽ അങ്ങനെ കരയാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ഹീറോ ആസ്തയും പ്രിൻസസും അവർ രണ്ടുപേരും ആ മാൻഷൻ ലക്ഷ്യമാക്കി നടന്നു പോവാണ്. വാവ്, ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഈ മാൻഷൻ വളരെ വലുതായിട്ട് തോന്നി, അടുത്തെത്തിയപ്പോൾ അതിലും വലുതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. അപ്പോഴായിരിക്കും അവരുടെ മുൻപിലൂടെ പാസ് ചെയ്തു പോകുന്ന യുവനോയെയും ടീമിനെയും നമ്മുടെ ആൾക്കാർ ശ്രദ്ധിക്കുക. ആസ്തയാണെങ്കിൽ അവരെ വിളിക്കും. ഉടനെ യുവനോയും ടീമും ആണെങ്കിൽ ആസ്തയുടെ അരികിലേക്ക് വരികയാണ്. ആ ലീഡർ ആണെങ്കിൽ ആസ്തയോട് ചോദിക്കും, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? നമ്മൾ ആ ഒരു ഡഞ്ചൻ ഫൈറ്റിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും കാണുന്നതല്ലേ? അതിന് ആസ്ത പറയും, അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വയറിന് ചെറിയൊരു വേദനയുണ്ട്, നന്നായിട്ട് ആഹാരം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്താൽ അതും മാറുമെന്ന് പറയും. യുവനോ ആണെങ്കിൽ അത് കേട്ട് ചിരിച്ച്, ഇവൻ ഇപ്പോഴും കുട്ടികളെപ്പോലെയാണ്, മണ്ടത്തരം മാത്രമേ പറയൂ. അത് കേട്ട് ആസ്തയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടുകയാണ്. ആ സമയം ദൂരത്ത് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയെ കാണും. ആസ്തയാണെങ്കിൽ മിമോസയോട് താങ്ക്സ് പറയാണ്, നീ കറക്റ്റ് സമയത്ത് തന്നെ ഹീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറയും. അവളാണെങ്കിൽ നാണിച്ച് മുൻപോട്ടേക്ക് ഓടിപ്പോവും. പ്രിൻസസ് പെണ്ണാണെങ്കിൽ അവളുടെ പിന്നാലെ പോവാണ്. ഇവിടെ പ്രിൻസസ് ആണെങ്കിൽ ആ പെൺകുട്ടിയോട് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അതിനവൾ പറയും, എനിക്ക് എന്താണെന്നറിയില്ല, ആസ്തയെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നു. ആ ഡഞ്ചണിൽ അവൻ ആദ്യമായിട്ട് കണ്ടത് മുതൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ അവനെ കാണുമ്പോഴും അതേ ഫീലിംഗ് എനിക്ക് തോന്നുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ അവളോട് ചോദിക്കും, നീ എന്താ പറഞ്ഞു വരണേ, നിന്റെ ഫീലിങ്സ് അതെന്താണ്? അതിനവൾ പറയും, ശരിക്കും അതും എനിക്കും ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. അവനെ കാണുമ്പോൾ എനിക്ക് നാണം വരുന്നു, ഞാൻ സംസാരിക്കുന്നത് അവന് ഇഷ്ടപ്പെടുമെന്ന് പേടി തോന്നുന്നു, അതുകൊണ്ടാണ് അവനെ കാണുമ്പോൾ ഞാൻ സംസാരിക്കാതെ ദൂരേക്ക് ഓടിപ്പോകുന്നത്. പ്രിൻസസ് ആണെങ്കിൽ വണ്ടറടിക്കും, അവനൊരു സാധാരണ ഗ്രാമീണനല്ലേ, നിനക്കെങ്ങനെ അവനോട് ഇഷ്ടം തോന്നുന്നു, നീ ഒരു റോയൽ ബ്ലഡിലുള്ള പെൺകുട്ടിയല്ലേ? അതിനവൾ പറയും, അതാണ് അവന് വ്യത്യസ്തനാക്കുന്നത്, അവൻ ഒരു ടോട്ടൽ പാക്കേജാണ്, എനിക്കവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അവളാണെങ്കിൽ നാണിച്ച് എനിക്ക് അവനോട് തോന്നുന്ന ഫീലിങ്സ് അത് മറ്റെന്തോ ആണെന്ന് പറയുമ്പോൾ പ്രിൻസസ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അയ്യോ ഇല്ല ഇല്ല, അങ്ങനെ തോന്നാൻ യാതൊരു ചാൻസും ഇല്ല. അത് കേട്ട് ഓപ്പോസിറ്റുള്ള പെൺകുട്ടിയാണെങ്കിൽ വണ്ടർ അടിക്കുകയാണ്. ഒരു സെക്കൻഡ് പ്രിൻസസ് ആണെങ്കിൽ അവളോട് തന്നെ ചോദിക്കും, ഞാൻ എന്തിനാ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത്? ഇവൾക്ക് തോന്നുന്ന അതേ ഫീലിങ്സ് തന്നെ ഇനി എനിക്കും ആസ്തയോട് തോന്നുന്നുണ്ടാവുമോ? ഇല്ല, അങ്ങനെ സംഭവിക്കാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ദൂരത്തായിട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവർ സംസാരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കും. പിന്നീട് അവരാണെങ്കിൽ ആ കോട്ടയിലേക്ക് നടന്ന് കയറുമ്പോൾ അവരുടെ മുൻപിലേക്ക് ആരോ ഒരാൾ വരികയാണ്. യൂനോയ്ക്കും ആസ്തയ്ക്കും അതാരാണെന്ന് മനസ്സിലാവില്ല. ബാക്കിയുള്ളവരെല്ലാവരും അദ്ദേഹത്തെ നോക്കി തല താഴ്ത്തി മുട്ടുകുത്തി അങ്ങനെ ഇരിക്കും. ആസ്തയും യൂനോയും ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ആ സീനിയർ ആണെങ്കിൽ അവരോട് പറയും, ഇതാണ് ഇപ്പോഴത്തെ 28ാമത്തെ വിസാർഡ് കിങ്. അത് കേട്ട് അവർ ഷോക്കാവുകയാണ്. ആസ്തയാണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത യൂനോ ആണെങ്കിൽ അവന് പുതുതായിട്ട് ആ ഒരു ഡഞ്ചണിൽ നിന്ന് കിട്ടിയ സ്പെല്ല് അത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആൾക്കാരോട് പറയും, ഇത് നിങ്ങൾക്ക് കിട്ടിയത് വളരെ നന്നായി, ആ ഒരു ഡഞ്ചനിലുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒന്ന് അത് തന്നെയാണ്,
നിനക്ക് വിരോധമില്ലെങ്കിൽ ഈ ഒരു സ്പെല്ല് അതൊന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് വിസാർഡ് കിങ് ഇപ്പോൾ യുവനോട് ചോദിക്കും. യുവനോ ആണെങ്കിൽ തല താഴ്ത്തും. ഐ എം സോറി, ഡഞ്ചനിൽ വേണമെന്ന് കരുതിയല്ല ആ സ്പെല്ല് ഞാൻ ഉപയോഗിച്ചത്. അതെങ്ങനെയോ വർക്കൗട്ട് ആയതാണ്. അതിനുശേഷം പുറത്തേക്ക് വന്ന് ആ സ്പെല്ല് ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചുവെങ്കിലും എന്നെക്കൊണ്ട് അത് സാധിച്ചില്ല. അത് കേട്ട് വിസാർഡ് കിങ് ആണെങ്കിൽ സാഡാവും. ഓ നോ, എന്തായാലും കുഴപ്പമില്ല, ഫ്യൂച്ചറിൽ നിനക്കത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ശരിക്കും നിനക്ക് കിട്ടിയ ഒരു ട്രഷറാണെന്ന് പറഞ്ഞ് അവൻ്റെ ബുക്ക് തിരികെ കൊടുക്കും. അപ്പോഴായിരിക്കും ആസ്ത അവന് കിട്ടിയ സ്പെല്ല് അത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുക. വിസാർഡ് കിങ്ങിനാണെങ്കിൽ അത് വായിക്കാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെയൊരു ലാംഗ്വേജ് അത് ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അടുത്ത നിമിഷം ആ സ്പെല്ല് ഉപയോഗിച്ച ആസ്തയാണെങ്കിൽ ആ സ്വാഡ് പുറത്തെടുത്ത് കാണിച്ചു കൊടുക്കും. ഓ നോ, ഇതാ സെക്കൻഡ് മാജിക് സ്വാഡാണ്. ഇത് നിനക്ക് ലഭിച്ചോ? ഇതിൽ ഞാൻ തൊട്ട് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ച് ആളതിൽ സ്പർശിക്കുകയാണ്. അദ്ദേഹമാണെങ്കിൽ ആ സ്വാഡ് അത് എടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിൻ്റെ ഭാരം കാരണം അദ്ദേഹത്തിന് അത് എടുക്കാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മാജിക് പവർ ആ ഒരു സ്വാഡ് അബ്സോർബ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവും. ഇത് നിൻ്റെ കയ്യിലിരിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. നിനക്ക് മാജിക് പവർ ഒന്നും ഇല്ലാത്തതല്ലേ, തീർച്ചയായിട്ടും നിനക്കിത് സഹായകമാവും. ഉടനെ ആസ്തയും യുവനോയും ആണെങ്കിൽ ഒരേ ശബ്ദത്തിൽ അദ്ദേഹത്തോട് ചോദിക്കും, എങ്ങനെയാണ് വിസാർഡ് കിങ് ആവുക? അത് കേട്ട് അദ്ദേഹം ചിരിക്കുകയാണ്. ആ സീനിയർ ആണെങ്കിൽ ദേഷ്യപ്പെടും. ഒരു വിസാർഡ് കിങ്ങിനോടാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? അതിന് അദ്ദേഹമാണെങ്കിൽ അവനോട് പറയും, അവരോട് ദേഷ്യപ്പെടേണ്ട, അവർ ചോദിച്ചത് ശരിയായ ചോദ്യം തന്നെയാണ്. ഒരാളെ കൊണ്ട് എപ്പോഴും വിസാർഡ് കിങ് ആയിട്ടിരിക്കാനോ ഈ പ്രപഞ്ചത്തെ സേവ് ചെയ്യാനോ സാധിക്കില്ല. വിസാർഡ് കിങ് ആവണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ പവർ എന്താണെന്ന് ഈ ലോകത്തിന് മുൻപിൽ പ്രൂവ് ചെയ്യണം. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. വിസാർഡ് കിങ് ആവാനായിട്ട് നിങ്ങൾക്ക് യോഗ്യതയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്കതായി മാറാനായിട്ട് കഴിയില്ല. അതാണ് വിസാർഡ് കിങ് ആവാനുള്ള എളുപ്പ വഴിയെന്ന് പറയും. അത് കേട്ട് ആസ്തയാണെങ്കിൽ അദ്ദേഹത്തോട് പറയും, ഞങ്ങൾ ആഗ്രഹിച്ച മറുപടി തന്നെയാണ് നിങ്ങൾ തന്നത്. വിസാർഡ് കിങ് ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിച്ച് ഇന്ന് നടക്കാൻ പോകുന്ന ഒരു പാർട്ടിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടേക്ക് ഒരുപാട് മാജിക് നൈറ്റ്സ് ഇന്ന് എത്തുന്നുണ്ട്. അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവർക്ക് ധാരാളം ഗിഫ്റ്റുകളും കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്കത് കാണാനും അതിൽ പങ്കെടുക്കാനും ഞാനൊരു അവസരം തരികയാണെന്ന് പറയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഹാപ്പി ആയിട്ട് അദ്ദേഹത്തിനോടൊപ്പം മാൻഷനിലേക്ക് കടന്നു വരുമ്പോൾ വിസാർഡ് കിങ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, ഇവിടേക്ക് വരുന്ന മാജിക് നൈറ്റ്സിനെ കഴിഞ്ഞും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുമെന്ന് ചോദിക്കും. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അദ്ദേഹമാണെങ്കിൽ ഡോർ തുറന്ന് മെയിൻ മാൻഷൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ക്ലോവർ കിൻഡത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും അവിടേക്ക് എത്തിയതായിട്ട് കാണിക്കും. അവരുടെ റാങ്കിങ് കാണിക്കും. ഏറ്റവും മുകളിലായിട്ടുള്ളത് വിസാർഡ് കിങ്ങിൻ്റെ പേരാണ്. ഇനി പുതുതായിട്ട് റാങ്കിങ്ങിലേക്ക് വന്നവരുടെ പേര് അത് അനൗൺസ് ചെയ്യേണ്ട സമയമാണ്. വിസാർഡ് കിങ് ആണെങ്കിൽ ഓരോരുത്തർക്കായിട്ട് അവരുടെ റാങ്കിങ്ങും സ്റ്റാറും ഒക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെയുള്ളവരോട് പറയും, ഇനി പാർട്ടിക്കുള്ള ആഘോഷ സമയമാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരവും ഡ്രിങ്ക്സും ഒക്കെ തന്നെ കഴിക്കാം. അതിന് മുൻപായിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് പേരെ കൂടെ നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് പറയും. ആ സമയം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങളൊന്ന് പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുകയാണ്. എല്ലാവരും ഹായ് ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ആൾക്കാരെ തന്നെ അവിടെയുള്ള ചീഫ് ഗസ്റ്റുകളെല്ലാം തുറിച്ചു നോക്കും. സീനിയറിനും അതുപോലെ തന്നെ യുവനോയ്ക്കും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അത് വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുമെങ്കിലും ആസ്തയ്ക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ല. അവനാണെങ്കിൽ കിട്ടിയ തക്കത്തിന് കിട്ടിയ ഫുഡ് എല്ലാം തന്നെ വാരി വലിച്ച് തിന്നുകയാണ്. ഉടനെ നമ്മുടെ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ ആസ്തയോട് പറയും, നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്നോടൊപ്പം ഞാനും ജോയിൻ ചെയ്തോട്ടെ. അവനാണെങ്കിൽ ചിരിക്കും, നിനക്കും ഈ ചിക്കൻ പീസിലൊരു കണ്ണുണ്ടായിരുന്നല്ലേ? അവളാണെങ്കിൽ അത് കേട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ദൂരത്തുണ്ടായിരുന്ന മറ്റൊരു ചീഫ് ഗസ്റ്റ് ആണെങ്കിൽ അവർ നോക്കി മർമറയും, ഇത്രയും വൃത്തികെട്ടവരെയൊക്കെയാണോ ഇതുപോലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നത്? ഇത് ശരിക്കും ഡിസ്കസ്റ്റിംഗ് ആണ്. ആസ്തയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അതവൻ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. അതേസമയം അവിടെയുള്ളവരാണെങ്കിൽ ഇപ്പോൾ യുവനോയെയും ആസ്തയൊക്കെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കും. പിന്നീട് ആ സീനിയർ പയ്യനോടും മോമോയോടും ആ ചുന്ദരി പെണ്ണിനോടും ഇപ്പോൾ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ രണ്ടുപേരും എലൈറ്റ് ഫാമിലിയിലുള്ള റോയൽ ഫാമിലിയിലുള്ള ആളുകളല്ലേ? എന്നിട്ടും ആ ഡഞ്ചണിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇത് ശരിക്കും നമുക്കൊരു അപമാനം തന്നെയാണ്. വില്ലേജിൽ നിന്ന് വന്ന ആ 2 പേരല്ലേ ആ ഡഞ്ചണിൽ നന്നായിട്ട് പെർഫോം ചെയ്തത്. സത്യത്തിൽ നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് അപമാനമുണ്ട്. ഉടനെ സീനിയർ പയ്യനാണെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്, ഞങ്ങൾ ബെസ്റ്റായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. മറ്റൊരു ഭാഗത്ത് പ്രിൻസസിൻ്റെ ബ്രദർ ആണെങ്കിൽ അവളുടെ തലയിൽ കൂടെ വെള്ളം കോരി ഒഴിക്കും. നിനക്കിപ്പോഴും നിന്റെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? നീ ഞങ്ങൾക്ക് വലിയൊരു പരിഹാസം തന്നെയാണ് ഉണ്ടാക്കി തരുന്നത്. ഉടനെ അവളുടെ സിസ്റ്ററും അവൾ അപമാനിച്ച് സംസാരിക്കുകയാണ്, നിനക്ക് നാണം ഉണ്ടെങ്കിൽ നീ ഇവിടേക്ക് വരില്ലായിരുന്നു. അതിന് അവൾ പറയും, ഞങ്ങളെ ക്ഷണിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഉടനെ ചേട്ടനാണെങ്കിൽ പല്ല് കടിച്ച്, നീ ഒരക്ഷരം പോലും സംസാരിക്കാൻ പാടില്ല,
സ്വന്തം അമ്മയെ കൊന്നവളാണ് നീ. ഈ നിമിഷം നീ ഇവിടുന്ന് പോണം. അവളാണെങ്കിൽ വിഷമിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ ആസ്തയാണെങ്കിൽ അവളുടെ കയ്യിൽ കയറി പിടിക്കും. നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അപമാനിച്ച് സംസാരിക്കും. ഞങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചത് സാക്ഷാൽ വിസാർഡ് കിങ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയുണ്ട്. നിങ്ങൾ ആരും ഞങ്ങളെ ഭരിക്കാനായിട്ട് വരണ്ട. അത് കേട്ട മറ്റൊരുത്തനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആസ്തയെ അറ്റാക്ക് ചെയ്യും. ആസ്തയാണെങ്കിൽ അവന്റെ സ്വാഡ് ഉപയോഗിച്ച് ആ ഒരു അറ്റാക്കിനെ അങ്ങനെ നള്ളിഫൈ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തീർച്ചയായിട്ടും ഒരു വിസാർഡ് കിങ് ആയി മാറും. ആ സമയത്ത് നിങ്ങളുടെ അഹങ്കാരം അത് ഞാൻ മുച്ചോടും ഇല്ലാതാക്കുമെന്ന് ആസ്ത പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.